കാറിൽ നിന്നും ഇറങ്ങിയ റോഷ്നി എല്ലാവരെയും നോക്കി നിറഞ്ഞു ചിരിച്ചു. റോഡിലേക്ക് വീണ് കണ്ണുകളടഞ്ഞു പോകുമ്പോൾ ഈ മുന്നിൽ നിൽക്കുന്ന വീടും വീട്ടുകാരും ഒക്കെ ഇനി എങ്ങനെ കൺമുന്നിൽ വന്ന് നിൽക്കുമോ എന്ന് പേടിയായിരുന്നു. അതാണിപ്പോ നടന്നത്. ഒരു രണ്ടാം ജന്മം കിട്ടിയതുപോലെ അവളുടെ കണ്ണുകൾ കറങ്ങി. കുഞ്ഞി, അപ്പച്ചിയും വല്യമ്മയും മുത്തശ്ശിയും എല്ലാവരും അവളെ കണ്ടപ്പോൾ ഓടിമുറ്റത്തേക്ക് ഇറങ്ങി. എന്തൊക്കെയോ അവളെ പറഞ്ഞാലും അവളെല്ലാവർക്കും പ്രിയപ്പെട്ടവളാണ്, എല്ലാവരുടെയും ജീവനാണ്. എല്ലാവരും കുഞ്ഞെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചു. റോഷ്നി അവർക്കിടയിൽ കണ്ണിൽ വെള്ളം നിറച്ചുകൊണ്ട് ചിരിയോടെ നിന്ന്. യാത്രക്ഷീണമുണ്ടോ കുഞ്ഞി? അപ്പച്ചി അവരുടെ കണ്ണുനീർ തുടച്ചുകൊണ്ട് അവളുടെ കവളിൽ മുത്തിക്കൊണ്ട് ചോദിക്കുമ്പോൾ ഇവർക്കെന്നെ ഇത്രയൊക്കെ ഇഷ്ടമുണ്ട് എന്ന് കരുതിപ്പോയി അവൾ. ക്ഷീണമൊക്കെ ഉണ്ടാകും, കുറച്ചു നേരം പോയി കിടന്നോട്ടെ. അധികം നേരം ഒന്നും ഇങ്ങനെ നിൽക്കാനും ഇരിക്കാനും പറ്റില്ല, പോയി കിടന്നോ. രുദ്രൻ ബാഗും കവറുമൊക്കെ അകത്ത് കൊണ്ടുവച്ച് പുറത്തേക്ക് ഇറങ്ങി പറയുമ്പോൾ റോഷ്നി എല്ലാവർക്കും അപ്പം അകത്തേക്ക് കയറി. ഏട്ടത്തി സുഖല്ലേ? ബേബി എന്തു പറയുന്നു? ഒന്നും മിണ്ടാതെ നിറഞ്ഞ കണ്ണുകളോടെ റോഷ്നി നോക്കി നിൽക്കുന്ന അഞ്ജുവിന്റെ വയറിൽ തലോടിക്കൊണ്ട് റോഷ്നി ചോദിച്ചു. അഞ്ജു അതിനൊന്ന് ചിരിച്ചു. കുഴപ്പമില്ല, സുഖമായിരിക്കുന്നു അഞ്ജു പറഞ്ഞു. എല്ലാരെയും പോലെ ഓടിപ്പോയി കെട്ടിപ്പിടിക്കാനോ ഉമ്മ വയ്ക്കാനോ ഒന്നുമല്ല ഒരടുപ്പം. അഞ്ജുവും റോഷ്നിയും തമ്മിലില്ല, അതുകൊണ്ടാണ് അഞ്ജു ഒന്ന് പിന്നിലേക്ക് നിന്ന് തന്നെ. പക്ഷേ റോഷ്നിക്ക് അങ്ങനെയൊന്നുമില്ല. അവൾ എന്നും മിണ്ടുന്നത് പോലെ മിണ്ടി. ഇനി ഈ ജ്യൂസ് കുടിച്ച ശേഷം ഒന്ന് പോയി കിടന്നു. റോഷ്നി അകത്തേക്ക് വന്നത് സുഭദ്ര കയ്യിലൊരു ജ്യൂസ് ഗ്ലാസ് പിടിച്ചുകൊണ്ട് അങ്ങോട്ട് വന്നു. ഇതൊക്കെ എപ്പ എന്നതുപോലെ റോഷ്നി അവരെ നോക്കി. കുറച്ചു നേരം ഹാളിലെ സീറ്റിൽ ഇരുന്ന് ജ്യൂസ് കുടിക്കുകയും അവരോട് എല്ലാവരോടും സംസാരിച്ചിരിക്കുകയും ചെയ്തു. കിച്ചു വന്നില്ലേ? റോഷ്നിയുടെ അടുത്തിരുന്ന മുത്തശ്ശി സംസാരമൊക്കെ ഒന്നടങ്ങിയപ്പോൾ ചുറ്റും നോക്കിക്കൊണ്ട് ചോദിച്ചു. അവൻ വന്നില്ല, അവിടെ നിന്നു. ഇവിടെ വന്നാലും വേണ്ടേ, വീണ്ടും അങ്ങോട്ട് തന്നെ പോവാ. രുദ്രൻ പറയുമ്പോൾ റോഷ്നി നോക്കിയത് വല്യച്ഛൻ്റെയും വല്യമ്മയുടെയും അപ്പച്ചിയുടെയും ഒക്കെ മുഖത്തേക്കാണ്. എന്തെങ്കിലുമൊക്കെ ഇപ്പൊ പറയേണ്ടതാണ്. ഓ, അവന്റെ ഭാര്യ അവിടെയാണല്ലോ അല്ലെ? ഇനി അവളിങ്ങോട്ട് വരുമ്പോ നോക്കിയാ മതി. പെങ്ങളെക്കാൾ വലുത് ഭാര്യയാണ്. അപ്പച്ചി പറയുമ്പോൾ റോഷ്നി എന്ന് ചിരിച്ചു. അവളെ സംശയം തെറ്റിയില്ലല്ലോ എന്നൊരു ചിന്ത. അതിനെന്താ അപ്പച്ചി, എനിക്കെന്റെ ഹരി കഴിഞ്ഞിട്ടേ എന്റെ ഏട്ടന്മാരുള്ളൂ. അതുപോലെ അവർക്കും അവരുടെ ഭാര്യമാര് കഴിഞ്ഞേ ഞാനുള്ളൂ. അതിലെന്താ ഒരു തെറ്റ്? റോഷ്നി പറയുമ്പോൾ എല്ലാവരും അവളെ നോക്കി. രുദ്രൻ റോഷ്നി ഒന്ന് കണ്ണു ചുരുക്കി നോക്കി. ആ നോട്ടം കണ്ടപ്പോൾ റോഷ്നി ഒന്ന് കണ്ണ് ചിമ്മി ചിരിച്ച് കാണിച്ചു. പിന്നെ ആരും അതിനെക്കുറിച്ച് അവിടെ സംസാരിച്ചില്ല. ഇനി ഭക്ഷണം കഴിച്ചിട്ട് പോവാം. എന്നാ പിന്നെ താഴേക്ക് ഇനി ഇറങ്ങി വരണ്ടല്ലോ, നേരെ കിടന്നുറങ്ങിയാ പോരെ. റോഷ്നി മുകളിലേക്ക് പോവാനായി സെറ്റിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ സുഭദ്ര അവൾക്കുള്ള ഭക്ഷണം ഡൈനിങ് ടേബിളിൽ കൊണ്ടുവന്ന് വെച്ചുകൊണ്ട് പറഞ്ഞു. റോഷ്നി അത് സമ്മതിച്ചുകൊണ്ട് നേരെ ഡൈനിങ് ടേബിളിന്റെ അടുത്തേക്ക് നടന്നു. ഇതെന്താ കഞ്ഞിയോ? ഇന്നെങ്കിലും നല്ലതുപോലെ ഭക്ഷണം കഴിച്ച് സുഖമായി ഉറങ്ങണമെന്നൊക്കെ കരുതി സന്തോഷത്തോടെ വന്നു തരുന്നതാണ്. പക്ഷേ അവൾക്ക് മുന്നിലേക്ക് സുഭദ്ര നീക്കി വെച്ച കഞ്ഞിയുടെ പാത്രം കണ്ടപ്പോൾ തന്നെ അവളുടെ മുഖം ചുളിഞ്ഞു. ഇനിയെങ്കിലും വായിക്ക് രുചിയായി എന്തെങ്കിലും തായോ അമ്മേ, കഞ്ഞി കുടിച്ച് ഞാൻ മലങ്ങി. റോഷ്നി സങ്കടത്തോടെ പറയുമ്പോൾ സുഭദ്ര രുദ്രനെ നോക്കി. രുദ്രൻ എന്തെങ്കിലും പറഞ്ഞാൽ പെണ്ണത് കേൾക്കില്ല, ഓരോന്നും പറഞ്ഞിട്ട് തർക്കിക്കും. അതുകൊണ്ട് അവൻ പറയുന്നതാണ് നല്ലത്. 2 ദിവസം കൂടെ എരിവും പുളിയും കഴിക്കുമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അതുകൊണ്ട് 2 ദിവസം കഞ്ഞി തന്നെ കുടിക്കണം. അത് കഴിഞ്ഞിട്ട് നീ പറയുന്നതൊക്കെ ഉണ്ടാക്കി തരാം. ഇപ്പൊ പറഞ്ഞത് കേൾക്ക്, അസുഖമൊക്കെ വേഗം മാറണ്ടേ. രുദ്രൻ പറഞ്ഞു കേട്ടപ്പോൾ റോഷ്നി ഒന്നും മിണ്ടാതെ അനുസരണയുടെ കഞ്ഞി കുടിച്ചു. അസുഖമൊക്കെ വേഗം മാറണ്ടേ എന്നൊരു വാക്കിൽ അവൾ വേഗം കഴിച്ചെഴുന്നേറ്റ് അവളെ മുറിയിലേക്ക് പോയി. വാ. നിറവറവായി നിൽക്കുന്ന അഞ്ജുവിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് രുദ്രനും അവന്റെ മുറിയിലേക്ക് നടന്നു. അഞ്ജുവിന്റെ ഡെലിവറി ഡേറ്റ് അടുത്ത് വരികയാണ്. എന്നിട്ടും അവൾ അവളുടെ വീട്ടിലേക്ക് പോയില്ല. ഈ ദിവസങ്ങളിൽ രുദ്രൻ ഹോസ്പിറ്റലിലായിരുന്നപ്പോഴും അവൾ വീട്ടിലേക്ക് പോയില്ല. ഇവിടെ തന്നെ നിന്നു. രുദ്രൻ ഇടയ്ക്ക് വന്നു പോകുമ്പോൾ അവന്റെ കൂടെ നിന്നു. കിടന്നോ, ഞാൻ ഫ്രഷ് ആയിട്ട് പോയി കഴിച്ചോളാം, നീ ഉറങ്ങിക്കോ. അഞ്ജുവിന്റെ നെറ്റിയിലൊന്ന് മുത്തിക്കൊണ്ട് രുദ്രൻ പറയുമ്പോൾ അഞ്ജു തല കുലുക്കി. അവൻ കുളി കഴിഞ്ഞിറങ്ങുമ്പോൾ അവൾ കിടന്നിരുന്നു, പക്ഷേ ഉറങ്ങിയിട്ടില്ലായിരുന്നു. രുദ്രൻ കഴിച്ചു കഴിഞ്ഞു വന്ന ശേഷം അവനെ നെഞ്ചോട് ചേർന്ന് അവനെ കെട്ടിപ്പിടിച്ചാണ് അവൾ കിടന്നത്. റോഷ്നി കുളി കഴിഞ്ഞിറങ്ങുമ്പോൾ തന്നെ അവൾക്ക് നല്ല തലവേദനയുണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്കായി ഇങ്ങനെയാണ്. കുറച്ചധികം നേരം സംസാരിച്ചാൽ നല്ല തലവേദന എടുക്കും. അതിൽ കൂടെ യാത്രയും ചെയ്തതല്ലേ, അതിന്റെ ക്ഷീണവുമുണ്ട്. ബെഡിൽ കുറച്ചു നേരം മനങ്ങാതെ ഇരുന്നു. തലവേദനയ്ക്ക് ബാം പുരട്ടിയാലൊന്നും ഭേദമുണ്ടാവില്ല. കുറച്ചു കഴിഞ്ഞാൽ തനിയെ മാറും, അല്ലെങ്കിൽ അന്ന് ഉറങ്ങി എഴുന്നേറ്റാൽ മാറും. കുറച്ചു നേരം അങ്ങനെ ഇരുന്ന ശേഷം അവൾ ബെഡിലേക്ക് കിടന്നു. ഉറങ്ങിയോ? ചാരിക്കിടന്ന വാതിൽ തുറന്ന് സുഭദ്ര റൂമിലേക്ക് വന്നു. കയ്യിലുള്ള ജഗ് ടേബിൾ വെച്ച ശേഷം അവർ പോയി വാതിലടച്ചു. അമ്മ എവിടെയാണോ കിടക്കാൻ പോകുന്നത്? പിന്നല്ലാതെ, നിന്നെ ഒറ്റയ്ക്ക് കിടത്താൻ പറ്റോ? വയ്യാത്തതല്ലേ? രാത്രിയിൽ വല്ല വേദനയോ മറ്റോ വന്നാലോ? സുഭദ്ര കാര്യത്തോടെ പറയുമ്പോൾ റോഷ്നി ഒന്നും മിണ്ടിയില്ല. അവൾക്കൊന്ന് ഹരിയെ വിളിക്കണമെന്നുണ്ടായിരുന്നു. ഫോൺ കയറിയില്ല. ആക്സിഡന്റിൽ തകർന്നു എന്നാണ് രുദ്രൻ പറഞ്ഞത്. ഹോസ്പിറ്റലാകുമ്പോൾ വിളിക്കാനും പറയാനും
ആരുമില്ലാത്തതുകൊണ്ടും വേണ്ടപ്പെട്ടവരൊക്കെ കൺമുന്നിലുള്ളതുകൊണ്ടും അതിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നിയിട്ടില്ല. ഫോണിൽ കളിച്ചാൽ തലവേദന എടുക്കുമെന്നുള്ളതുകൊണ്ടാവാം അവരാരും ഫോണിനെക്കുറിച്ച് പറയാത്തതും വാങ്ങിച്ചു തരാത്തതും. എനിക്കൊന്ന് ഹരിയെ വിളിക്കണം, അമ്മയുടെ ഫോൺ തരുമോ? റോഷ്നി ചോദിക്കുമ്പോൾ സുഭദ്ര അവളെ ഒന്ന് നോക്കി. കുറച്ച് മണിക്കൂറുകൾ മാത്രമല്ലേ ആയിട്ടുള്ളൂ കണ്ടിട്ട് എന്നതുപോലെ ഒരു നോട്ടം. ആ ശബ്ദമൊന്നും കേട്ടില്ലെങ്കിൽ എനിക്ക് ഉറക്കം വരില്ലമ്മ, ഫോൺ തായോ? റോഷ്നി ചുണ്ടു ചുളുക്കി പറയുമ്പോൾ സുഭദ്ര റൂമിൽ നിന്നും പുറത്തേക്ക് പോയതുപോലെ വരുമ്പോൾ കയ്യിലെ ഫോൺ അവളുടെ നേരെ നീട്ടി. സുഭദ്ര വാതിലടച്ച് ലോകാക്കി ബാത്റൂമിലേക്ക് കയറി. റോഷ്നി ഫോൺ എടുത്ത് ഹരൻ നമ്പറിലേക്ക് വിളിച്ചു. ആദ്യത്തെ തവണ റിങ് ചെയ്ത് കട്ടായി. രണ്ടാമത്തെ തവണയും അങ്ങനെ തന്നെ. ഇനി അവൻ ഇങ്ങോട്ട് വിളിച്ചോളുമെന്ന് കരുതി ഫോൺ ബെഡിലേക്കിട്ട് അവൾ കണ്ണുകളടച്ചു. വിളിച്ചില്ലേ? സുഭദ്ര ബാത്റൂമിന്റെ ഡോർ അടച്ചുകൊണ്ട് ചോദിച്ചു. എടുത്തില്ല, അവിടെ എല്ലാരും കാണും. റോഷ്നി പറയുമ്പോൾ സുഭദ്ര മോളി. അങ്ങനെ രണ്ടുപേരും കൂടെ ലൈറ്റ് ഓഫ് ആക്കി കിടന്നു. ഹരിയോട് സംസാരിക്കുന്നത് കൊണ്ടാവാം റോഷ്നിക്ക് നല്ല ക്ഷീണമുണ്ടെങ്കിൽ കൂടെ ഉറക്കം വന്നില്ല. ഓരോന്നും ആലോചിച്ചുകൊണ്ട് അവൾ അങ്ങനെ കിടന്നു. എപ്പോഴോ ഉറങ്ങി. എല്ലാവരും കൂടെ കുറച്ചധികം സമയം ഇരുന്ന് സംസാരിച്ച് ഭക്ഷണമൊക്കെ കഴിഞ്ഞ ശേഷം ബിസിനസ് കാര്യം കൂടെ ചർച്ച ചെയ്ത് ബിസിനസ്സിൽ നിന്നൊക്കെ കുറച്ചധികം ദിവസം മാറുന്നുണ്ട് ഹരി വല്യച്ഛന്മാരോടും അവിടെ മക്കളോടും അതിനെക്കുറിച്ച് കുറച്ചു നേരം സംസാരിച്ചിരുന്നു. റയൻഷും അവിടെ കൂടെ ഇരുന്നു. കാരണം ലച്ചുവിന് വരുന്ന കോളും മെസ്സേജും മെയിലും ഒക്കെ അവനാണല്ലോ നോക്കുന്നത്. ബാക്കിയൊക്കെ നാളെ നോക്കാം, ഇനി നീ പോയി കിടന്നു, ഇപ്പൊ തന്നെ സമയം കുറയായി. വല്യച്ഛൻ പറയുമ്പോൾ ഹരി ചുമറ്റ ക്ലോക്കിലേക്ക് നോക്കി. സമയം 1 മണിയായിട്ടുണ്ടെന്ന് കണ്ടപ്പോൾ അവൻ ശരിക്കും ഞെട്ടി. സമയം പോകുന്നതൊന്നും അവൻ അറിഞ്ഞില്ല. അതെ, ഇനി നീ പോയി കിടന്നു. ഒറ്റയടിക്ക് ഇതെല്ലാം കൂടെ നോക്കിയാൽ നിനക്ക് താങ്ങില്ല. ഒരാഴ്ചയുടെ റെസ്റ്റ് എടുത്ത ശേഷം ഓഫീസിൽ പോയി തുടങ്ങാം. അതിനിടയിൽ കുറച്ച് സമയം ഒക്കെ നോക്കി പഠിച്ചാൽ മതി. എല്ലാവരും കൂടെ പറഞ്ഞതും ഹരി അത് സമ്മതിച്ചുകൊണ്ട് എഴുന്നേറ്റ് അവൻ്റെ റൂമിലേക്ക് പോയി. വന്ന സമയത്ത് കുളിച്ച് ഫ്രഷ് അവനായി കയറിയപ്പോൾ ഫോൺ ചാർജ് ചെയ്യാൻ വെച്ചതാണ്. റൂമിൽ കയറി വാതിൽ ലോക്ക് ചെയ്ത പാടെ അവൻ ആദ്യം ഫോൺ എടുത്ത് നോക്കി. പ്രതീക്ഷിച്ചതുപോലെ തന്നെ റോഷ്നിയുടെ കോൾ വന്ന് കിടക്കുന്നുണ്ട്. അവൾ വിളിച്ചിട്ട് മണിക്കൂറുകളായിട്ടുണ്ടെന്ന് കണ്ടപ്പോൾ പിന്നെ തിരിച്ചു വിളിക്കാൻ പോയില്ല. ഉറങ്ങിയിട്ടുണ്ടാകുമെന്ന് കരുതി. എന്നിട്ടും അവനെ കിടക്കാൻ മനസ്സ് വന്നില്ല. കുഞ്ഞെന്നൊരു നീട്ടിയുള്ള വിളി ടൈപ്പ് ചെയ്ത് ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ട് അവളുടെ നമ്പറിലേക്ക് അയച്ചു. ഉറങ്ങിയിട്ടില്ലെങ്കിൽ അവളത് കാണട്ടെ എന്നതിന് വേണ്ടി. നാളെ അവളുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ ഇങ്ങനൊരു മെസ്സേജ് ആവശ്യമാണ്. അല്ലെങ്കിൽ പെണ്ണ് തലയിൽ കയറി നിറങ്ങും. ഓരോന്നാലോചിച്ച് ഒരു ചെറു ചീരിയോടെയാണ് അവൻ കണ്ണുകളടച്ചത്. ചാരിക്കിടന്ന വാതിൽ പതിയെ തുറന്ന റയൻ ശാഖത്തേക്ക് കയറി. ഡിം ലൈറ്റിന്റെ വെളിച്ചത്തിൽ ബെഡിൽ മലർന്നു കിടന്നുറങ്ങുന്നവളെ ഒരു നിമിഷം നോക്കി. എന്നിട്ട് അവൻ വാതിലടച്ച് ലോക്കാക്കി ബാത്റൂമിൽ കയറി ഫ്രഷായി ഇറങ്ങുമ്പോൾ അവന്റെ നോട്ടം വീണ്ടും ബെഡിലേക്ക് നീണ്ടു. ആ കിടപ്പ് അനങ്ങാതെ കിടക്കുന്നുണ്ട്. കയ്യിലുള്ള ടവൽ കൊണ്ട് മുഖം അമർത്തി തുടച്ച ശേഷം അവൻ അവിടെ ഇട്ട് ലച്ചുവിന്റെ അടുത്തേക്ക് അവളുടെ വശത്തേക്ക് ചെരിഞ്ഞു കിടന്നു. കണ്ണുകളടച്ച ചുണ്ടിൽ ഒരു ചെറു ചിരിയുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടെന്ന് പറയുന്ന തരത്തിൽ കിടന്നുറങ്ങുന്നവളെ കണ്ടപ്പോൾ അവന്റെ മനസ്സ് ചാടി. വലത്തെ കൈ ഉയർത്തി ആ മിനുസമുള്ള ഇടത്തെ കവിളിൽ അവൻ പതിയെ തലോടി. പിന്നെ കൈ അവളുടെ കവളിലും താടിലും കഴുത്തിലും ഒക്കെയായി പൊതിഞ്ഞു പിടിക്കും പോലെ വെച്ചിട്ട് അവളെ മുഖത്തിന് നേരെ അവളെ ചുണ്ടിന് നേരെ മുഖം താഴ്ത്തി. ശ്രീ ഒരു പതിഞ്ഞ വിളിയോടെ റയൻ ലച്ചുവിന്റെ 2 ചുണ്ടിലുമായി അവന്റെ ചുണ്ടുകൾ അമർത്തി. അപ്പം കവിളിലിരിക്കുന്ന അവന്റെ കൈ കൊണ്ട് അവളുടെ മുഖം അവന്റെ നേരെ തിരിച്ചുകൊണ്ട് ഒന്നുകൂടെ ആ ചുണ്ടിനെ അമർത്തി മുത്തി. ഉറക്കത്തിലും ആ ചുമന മറിഞ്ഞ പോലെ ലച്ചു ഒന്നും മൂടി കുറുകിക്കൊണ്ട് അവന്റെ നേരെ ചെരിഞ്ഞങ്ങ് കിടന്നു. റയൻ അവന്റെ ചുണ്ടുകളെ അകത്തി അവളുടെ 2 ചുണ്ടിനെയും ആ പട വായിലാക്കി നുണഞ്ഞു തുടങ്ങി. ലച്ചു റയാൻഷിനെ നഗ്നമായ നെഞ്ചിലേക്ക് അമർന്നു കിടന്നു. ഒപ്പം കണ്ണുകൾ ചിമ്മി ചിമ്മി തുറന്നു. അന്നേരം അവളുടെ കണ്ണിൽ തെളിഞ്ഞത് അവളുടെ കണ്ണുകളിലേക്ക് തന്നെ നോക്കുന്ന അവന്റെ കണ്ണുകളാണ്. അവന്റെ ഉമ്മനീരിന് നനവല്ലാതെ അവളെ ചുണ്ടുകളിൽ പടർന്നതും കണ്ണു തുറന്ന് അവന്റെ കണ്ണുകളിലേക്ക് തന്നെ നോക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ കൂടെയും അതിന് കഴിയാതെ അവളുടെ കണ്ണുകൾ കൂമ്പി അടഞ്ഞുപോയി. ഇടയ്ക്കും തലയ്ക്കും ലച്ചുവിന് ശ്വാസം വിടാനുള്ള ഗ്യാപ്പ് കൊടുത്തുകൊണ്ട് അവനുള്ള ചുണ്ടുകളെ വീണ്ടും വീണ്ടും താലോലിച്ചു. ഉമ്മിനീരുകൾ ഒന്നായി തീരുമ്പോൾ അവരുടെ ചുംബനത്തിന് ഒരു പ്രത്യേക ശബ്ദം വന്നു. ഞൊട്ടി നുണയുന്ന പോലെയുള്ള ഒരു ശബ്ദം. അവനെ നെഞ്ചിലിരിക്കുന്ന അവളുടെ കൈകളുടെ മുറുക്കം ഒന്ന് കൂടി. കണ്ണുകൾ തുറക്കാൻ കഴിയാത്ത ഒരു ആലസ്യത്തോടെ കൂമ്പ അടഞ്ഞുപോയി. അവളുടെ കവളിൽ ഇരുന്ന കൈ അവളെ ശരീരത്തോടെ അയച്ചുകൊണ്ട് അവളുടെ ടോപ്പിനുള്ളിലേക്ക് കയറി. അവളുടെ അടിവയറിൽ അവൻ പതിയെ തലോടി. അവിടെ ഒരാൾ ഇതൊക്കെ കണ്ടും കേട്ടും കിടക്കുന്നുണ്ടാകുമോ എന്നൊരു ചിന്ത വന്നപ്പോൾ അവൻ അവന്റെ കടിച്ചു പറിക്കൽ നിർത്തിയെന്ന് കിതച്ചു. 1-2 നിമിഷം കഴിഞ്ഞിട്ടും അവന്റെ ചുണ്ടുകൾ തന്റെ ചുണ്ടുകളെ പുലുകുന്നില്ലെന്ന് കണ്ടപ്പോൾ ലച്ചു ഒരു പകപ്പോടെ കണ്ണുകൾ തുറന്നു. എന്തോ അവൻ പകുതി വെച്ച് നിർത്തിയതുപോലെ ഒരു ഫീലായിരുന്നു അവൾക്കുള്ളിൽ. നമ്മൾ ചെയ്യുന്നതൊക്കെ അറിയില്ലേ?
വയറിൽ പതിയെ ഒഴിഞ്ഞുകൊണ്ട് റയ്യാൻ ചോദിക്കുമ്പോൾ ലച്ചു ഭംഗിയിലെന്ന് ചിരിച്ചു. ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം മനസ്സ് നിറഞ്ഞ് ചിരിക്കുന്നത് പോലെ ഒരു ചിരി. റയ്യാൻ ഒരു നിമിഷം കണ്ണിമ വെട്ടാതെ ആ ചിരിയിലേക്ക് നോക്കിക്കൊണ്ട് അവളെ ചുണ്ടിലും ചുണ്ടിന് ചുറ്റുമായി പടർന്ന ഉമ്മീനീർ തുടച്ചു കൊടുത്തു. അറിയില്ല, പക്ഷേ ശബ്ദമൊക്കെ കേൾക്കുമെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. എന്നാലും അതിനൊന്നും അറിയിട്ടില്ല. 5-6 മാസമൊക്കെ കഴിയണം. എന്നാലേ ശബ്ദമൊക്കെ തിരിച്ചറിഞ്ഞ് പ്രതികരിക്കൂ. ശബ്ദമൊക്കെ തിരിച്ചറിയോ? അത് ചോദിക്കുമ്പോൾ അവന്റെ കണ്ണുകളിൽ കൗതുകമായിരുന്നു. അങ്ങനെയൊക്കെയുണ്ടോ എന്നൊരു ഭാവം. പറയുന്നത് കേൾക്കാം. ഡെലിവറി അടുക്കാനൊക്കെ ആകുമ്പോൾ ചിലരുടെ ശബ്ദം കേൾക്കുമ്പോൾ കുഞ്ഞ് കൂടുതൽ ഇളകും. ആ ശബ്ദത്തോടെ പ്രതികരിക്കും. ലച്ചി ചിരിയോടെ പറയുമ്പോൾ അവന്റെ ചുണ്ടിലൊരു ചിരി വീഞ്ഞു. അങ്ങനെ മറ്റുള്ള ശബ്ദങ്ങളൊക്കെ കേട്ടിട്ട് അവന്റെ കുഞ്ഞ് പ്രതികരിക്കേണ്ട. തന്റെ കുഞ്ഞിന് ഒരു അമ്മാവനുള്ളത് എല്ലാം കൊണ്ടും ഒരു വെല്ലുവിളിയാണെന്ന് അവനറിയാം. കുഞ്ഞു കൂടുതൽ കേൾക്കുന്ന ശബ്ദം ആരുടെയാണോ ആ ശബ്ദം അവർക്ക് കൂടുതൽ പരിചിതമാകുമത്രേ. എവിടെയോ വായിച്ച ആരൊക്കെയോ പറഞ്ഞു കേട്ട അറിവ് വെച്ച് ലച്ചു ഒരു ചിരിയോടെ പറയുമ്പോൾ അവൻ ഇതൊക്കെ ശ്രദ്ധയോടെ കേട്ട് കിടന്നു. ഒപ്പം കിടന്നിടത്തുനിന്ന് അല്പം ഉയർന്ന് താഴേക്ക് ഓർന്നിറങ്ങി കിടന്നു. ലച്ചു നഗ്നമായ വയറോളം അവന്റെ മുഖം വരുന്ന തരത്തിൽ ചുണ്ടുകൂർപ്പിച്ചുണ്ട് ആ പതിഞ്ഞു കിടക്കുന്ന കുഞ്ഞു വയറിൽ അവൻ അമർത്തി. എന്നല്ല ആ വയറ് കുഴിഞ്ഞു പോവാത്ത തരത്തിലൊന്ന് മുത്തി. പപ്പാടെ ബേബി അവിടെയുണ്ടോ? ചുണ്ടുകൾ അവിടെ അമർത്തുകയും ഒരു കൈകൊണ്ട് അവിടെ തഴുകുകയും ചെയ്തുകൊണ്ടാണ് അവന്റെ ചോദ്യം. ലച്ചു ഒരു ചീരിയോടെ അവന്റെ മുടിയിൽ തല്ലോടുന്നതിനൊപ്പം കണ്ണുകൾ അടച്ചു. പപ്പ ബേബി ശ്രദ്ധിച്ചില്ലെന്ന് കരുതിയോ? മറന്നുവെന്ന് കരുതിയോ? പപ്പ കുറെ ടെൻഷനിലായിരുന്നല്ല പൊന്നെ. ഇതുപോലെ പപ്പയും അമ്മയും മാത്രമുള്ള നല്ല നിമിഷങ്ങളൊക്കെ കുറവായിരുന്നു. കിട്ടുന്ന നിമിഷം മുഴുവനും പപ്പ വല്ലാത്ത ടെൻഷനിലായിരുന്നടാ. അന്നേരം പപ്പയുടെ ബേബിയുടെ മനസ്സ് തുറന്ന് സന്തോഷത്തിൽ സംസാരിക്കാനൊന്നും പറ്റിയില്ല. സോറി പറയുന്നതിനൊപ്പം വീണ്ടും വീണ്ടും ആ വയറിൽ മൊത്തി. അന്നേരം അവന്റെ കണ്ണിലും മനസ്സിലും അവന്റെ കുഞ്ഞിനോടുള്ള വാത്സല്യം മാത്രമായിരുന്നു. ഒരു സമയത്ത് അവന്റെ കൈയും കണ്ണും ചുണ്ടും വികാരത്തിൽ ഞെരിച്ചുടച്ച സ്ഥലമാണത്. എന്നിട്ടും അന്നവിടെ മുത്തുമ്പോൾ അവരിൽ അങ്ങനെ ഒരു വികാരവുമില്ല, വാത്സല്യം മാത്രം. അതവനെ തന്നെ ഒന്ന് അത്ഭുതപ്പെടുത്തുന്നുണ്ട്. കണ്ണുകളടച്ച് അങ്ങനെ കിടക്കുമ്പോഴും പതിയെ ഉറക്കത്തിലേക്ക് വീണു പോകുമ്പോഴും റയൻ കുഞ്ഞിനോട് സംസാരിക്കുന്ന ശബ്ദം അവൾ കേൾക്കുന്നുണ്ട്. നാളെ മുതൽ കുഞ്ഞവന്റെ ശബ്ദം കേട്ടാൽ പ്രതികരിച്ചു തുടങ്ങണമെന്ന വാശി പോലെ കുറെ നേരം ഓരോന്നും പറഞ്ഞുകൊണ്ട് അവൻ കിടന്നു. പിന്നെ അവന്റെ കണ്ണുകളിൽ ഉറക്കം മൂടി. അപ്പോഴും അവന്റെ മുഖവും കൈയും അവളുടെ വയറിനെ പൊതിഞ്ഞു പിടിച്ചിരുന്നു. പിറ്റേന്ന് ഫോൺ റിങ്ങിയ ശബ്ദം കേട്ടാണ് ഹരി കണ്ണുകൾ തുറന്നത്. ചെരിഞ്ഞു കിടന്നവൻ മലർന്നു കിടന്നുകൊണ്ട് 2 കൈകളും ഉയർത്തി. ശേഷം കൈ എത്തിച്ച് ഫോൺ എടുത്ത് അതിലെ സ്ക്രീനിലേക്കൊന്ന് നോക്കി. നെറ്റ് ഓൺ ആക്കി. കോൾ അറ്റൻഡാക്കി ചെവിയിൽ വെച്ചതും കേട്ട വാക്കുകൾ അതാണ്. അവനൊരു ചിരിയുടെ ഫോൺ ഓഫാക്കി നെറ്റ് ഓൺ ചെയ്തു. ആ സമയം തന്നെ അവന്റെ ഫോണിലേക്ക് റോഷന്റെ വീഡിയോ കോൾ വന്നിരുന്നു. ഇതുവരെ എഴുന്നേറ്റില്ലേ? ഷർട്ടൊന്നും ഇടാതെ ഹെഡ് റെസ്റ്റിലേക്ക് ചാരിയിരിക്കുന്നവനെ കണ്ടും റോസ്റ്റ് ചോദിച്ചു. അപ്പം ഫോണിൽ സമയം നോക്കി. 9 കഴിഞ്ഞിട്ടുണ്ട്. ഈ സമയത്തൊക്കെ അവൻ എഴുന്നേൽക്കാറുണ്ട്. നീ എഴുന്നേറ്റില്ലേ? ഫോൺ ഹെഡ് റെസ്റ്റിൽ ചാരി വെച്ച് തലയിണാക്കി മുകളിൽ താണി കുത്തി ഫോണിലേക്ക് നോക്കി കമഴ്ന്ന് കിടക്കുന്നവളെ നോക്കി അവൻ ചോദിച്ചു. എനിക്ക് എഴുന്നേറ്റിട്ട് വേറെ പണിയൊന്നുമില്ലല്ലോ. എനിക്കും വേറെ പണിയൊന്നുമില്ലല്ലോ. റോഷ്നി പറഞ്ഞത് അവൻ തിരിച്ചു പറയുമ്പോൾ റോഷ്നി അവനിൽ നിന്നും എന്നൊരു പറച്ചിയുടെ മുഖം തിരിച്ചു. ഹരിയുടെ ചുണ്ടിലൊരു ചിരി തിരിഞ്ഞു. ആഹും പറച്ചിലൊരു പിണക്കമാണെന്ന് അവനറിയാം. ഇന്നലെ ഫോൺ എടുക്കത്തുള്ള പരിഭവം. കുഞ്ഞി പിണക്കത്തിലാണോ? 1-2 നിമിഷം കഴിഞ്ഞിട്ടും അവളുടെ ഭാഗത്ത് നനക്കമൊന്നും ഇല്ലെന്ന് കണ്ടപ്പോൾ ഹരി ചോദിച്ചു. ഇടം കണ്ടിട്ട് നോക്കുന്നുണ്ടെന്നതല്ലാതെ അവളൊന്നും മിണ്ടിയില്ല. കുറെ ദിവസത്തിന് ശേഷം എല്ലാരെയും ഒരുമിച്ച് കണ്ടതല്ലേ കുഞ്ഞി. സംസാരിച്ചിരുന്നപ്പോൾ നേരം പോയത് അറിഞ്ഞില്ല. ഫോൺ റൂമിൽ ചാർജിലായിരുന്നു. നീ വിളിക്കുന്നത് കേട്ടില്ല. ഹരി പറയുമ്പോൾ വേറെ എങ്ങ് നോക്കി കിടന്നിരുന്നവൾ അവരെ നോക്കി. നമ്മൾ ദേഷ്യപ്പെടുമ്പോൾ ഇങ്ങോട്ടും ദേഷ്യപ്പെടലല്ലേ തെറ്റി നിൽക്കാൻ കഴിയൂ. അല്ലാതെ നമ്മൾ അങ്ങോട്ട് ദേഷ്യപ്പെടുമ്പോൾ ആ കുറ്റം സമ്മതിച്ച് മൈത്രി സംസാരിക്കുന്നവരോട് എങ്ങനെ പിണങ്ങാൻ പറ്റും? കേൾക്കില്ല, എനിക്കറിയാം. എന്നിപ്പോ ഇഷ്ടമില്ല. റോഷ്നി പറയുമ്പോൾ ഹരി കണ്ണ് തുറച്ചുകൊണ്ട് അവളെ നോക്കി. ഇന്നലെ വരെ ഹോസ്പിറ്റലിൽ ഒരു റൂമിലായിരുന്നു. ആരുമില്ലാതെ എല്ലാവരുടെയും കണ്ണുകൾ തരുന്ന സമയം മടിയിലിരുത്തിയും കൊഞ്ചിച്ചും ഉമ്മ കൊടുത്തും താഴ്ത്തും തലയിലും വെക്കാതെ നോക്കിയ പെണ്ണാണ് ഈ പറയുന്നത്. നോക്കണ്ട, സത്യം. റോഷ്നി ഹരിയെ നോക്കി ചുണ്ടു ചുളുക്കിക്കൊണ്ട് പറയുമ്പോൾ ഹരി ഒന്ന് ചിരിച്ചു. ഇന്നലെ വരെ അവളുടെ കൺമുന്നിലുണ്ടായിരുന്നവരാണ്. ഒന്ന് കാണാൻ തോന്നിയാൽ, മിണ്ടാൻ തോന്നിയാൽ, ഒന്ന് തൊടാൻ തോന്നിയാലൊക്കെ തൊട്ടടുത്തുണ്ടാകുന്നവരാണ്. അവൻ നിന്ന് ഫോണിനപ്പുറമല്ലേ ആ ഒരു പരിഭവമാണ് പെണ്ണിന്. അവനെ ഇങ്ങോട്ട് വിളിച്ചിട്ട് വന്നതുമില്ലല്ലോ. നിനക്ക് എന്നെ ഇഷ്ടമില്ലല്ലോ. അവൾ പറഞ്ഞ അതേ ഡയലോഗ് അവൻ തിരിച്ചടിച്ചു. റോഷ്നി അതിന് കണ്ണു കോർപ്പിച്ചുകൊണ്ട് അവനെ നോക്കി. എനിക്കിഷ്ടം. എനിക്ക് നീ കഴിഞ്ഞേ എൻ്റെ അച്ഛനും അമ്മയും പോലും ഉള്ളൂ.
റോഷ്നി ആ കൂർപ്പിക്കലോടെ പറയുമ്പോൾ ഹരി അത്രയ്ക്ക് വേണമെന്നൊരു നോട്ടം അവളെ നോക്കി. ഇന്നലെ ഞാൻ വിളിച്ചപ്പോ നീ ഫോൺ എടുക്കാത്തത് കണ്ടപ്പോൾ ശരിക്കും എനിക്ക് സങ്കടം വന്നു. കുറെ ദിവസം എന്റെ കൂടെ ഉണ്ടായിട്ട് പെട്ടെന്ന് ഇല്ലാതായപ്പോ ഒരു സങ്കടം. റോഷ്നി കണ്ണിൽ വെള്ളം നിറച്ചുകൊണ്ട് പറഞ്ഞു. ഹോസ്പിറ്റലിലാകുമ്പോ അവർ രണ്ടുപേരും എപ്പോഴും ഒരുമിച്ചാണല്ലോ. പുറത്തേക്ക് പോകേണ്ട ആവശ്യങ്ങളൊന്നുമില്ല. രാവിലെ മുതൽ രാത്രി വരെ ഒരുമിച്ച്, രാത്രി മുതൽ രാവിലെ വരെ ഒരുമിച്ച്. അങ്ങനെ ഈ കണ്ട ദിവസങ്ങൾ ഒരുമിച്ച് നിന്നവർ പെട്ടെന്ന് രണ്ടറ്റത്തായപ്പോൾ ഒരു സങ്കടം. സാരില്ല, എപ്പോഴും ഒരുമിച്ച് നിൽക്കാൻ പറ്റില്ലല്ലോ. കുറച്ചൊക്കെ അകന്നു നിൽക്കണം, എന്നാലേ സ്നേഹം ഉണ്ടാകൂ. ഹരി ഒരു ചിരിയോടെ പറഞ്ഞു. റോഷ്നി പക്ഷെ ചിരിച്ചതൊന്നുമില്ല. അവനെ നോക്കി കണ്ണിമ വെട്ടാതെ കിടന്നു. അവൻ തടി അല്പം കുറഞ്ഞിട്ടുണ്ട്, പക്ഷെ അതാണ് അവനെ ഭംഗി. മുൻപുണ്ടായതിനേക്കാൾ ഒരു പ്രത്യേക ഭംഗി. കുറച്ച് ദിവസം കൊണ്ട് നീ തടി കുറഞ്ഞു കുഞ്ഞി. കോളേജിൽ പോകുന്നതിന് മുൻപ് നല്ലതുപോലെ റെസ്റ്റ് എടുത്ത് തടി വയ്ക്കുന്ന പുഷ്ടിപ്പെടുത്ത്. കവളൊക്കെ കുറഞ്ഞു. റോഷ്നി ചിന്തിച്ച അതേ കാര്യം തന്നെ അവനും ചിന്തിച്ചു പറഞ്ഞതിൽ അവളൊന്ന് ഞെട്ടിയിട്ടുണ്ട്. ഈ തടിയൊക്കെ മതി, ഇതാ നല്ലത്. തടി ഉണ്ടായിട്ടിപ്പോ എന്തിനാ? എനിക്കിതാ ഇഷ്ടം. പക്ഷേ എനിക്കിഷ്ടമല്ല, ഒന്നോട് തടിക്കണം. നല്ലതൊക്കെ കഴിച്ച് ശരീരം ഒന്ന് പുഷ്ടിപ്പെടുത്ത്. എനിക്ക് വേണ്ടത് അതൊക്കെ. ചേ പോടാ. ഹരി കള്ളച്ചീരിയുടെ പറഞ്ഞതും റോഷ്നി ചുവന്ന് കയറുന്ന മുഖത്തോടെ തിരിച്ചു പറഞ്ഞു. ഹരി ഉറക്ക ചിരിച്ചു. ആ സംസാരം കുറച്ചധികം നേരം അങ്ങനെ നീണ്ടു. പിന്നെ വലത് സംസാരിച്ചാൽ അവൾക്ക് തലവേദന എടുത്താലോ എന്നൊരു ചിന്തയിൽ അവൻ തന്നെ ഫോൺ ഓഫ് ചെയ്തു. ഒരാഴ്ചയ്ക്ക് ശേഷം ഹരി ഓഫീസിൽ പോയി തുടങ്ങി. കുറെ ദിവസങ്ങൾ മാറി നിന്നതുകൊണ്ട് നിന്ന് തിരിയാൻ അവന് സമയമുണ്ടായിരുന്നില്ല. രാവിലെ പോകുന്നു, രാത്രി വൈകി വരുന്നു, കിടക്കുന്നു, രാവിലെ എഴുന്നേറ്റാൽ വീണ്ടും പോകുന്നു. അങ്ങനെ വെറും തിരക്കുകൾ മാത്രം നിറഞ്ഞു നിന്നിരുന്ന കുറച്ച് ദിവസങ്ങൾ. ലച്ചും പ്രയാൻഷും ഹരിയുടെ വീട്ടിൽ തന്നെയാണ്. അടിയൻ വരുന്നതും പോകുന്നതൊന്നും അവനെയോ അവന്റെ കുഞ്ഞിനെയോ ബാധിക്കുന്നില്ല. അവർ അവരുടെ ലോകത്താണ്. പിന്നെ ലച്ചുവാണ് ഹരിയുടെ പിന്നാലെ നടന്ന് കഴിച്ചോ കുടിച്ചോ കുളിച്ചോ എന്നൊക്കെ ചോദിക്കുന്നത്. ഏട്ടാ പോവാ. മാറ്റി റെഡിയായി വന്ന ലച്ചു സന്തോഷത്തോടെ ഹരിയെ നോക്കി ചോദിച്ചു. ഫോണിൽ നോക്കി സെറ്റിലിരുന്ന ഹരി അവിടെ നിന്ന് എഴുന്നേറ്റു. 5 പ്രസവിച്ചു, പെൺകുട്ടിയാണ്. റയാൻഷ് നാട്ടിലില്ല. ഇന്നലെ വൈകുന്നേരം ഒരു മീറ്റിംഗിനുണ്ടെന്ന് പറഞ്ഞ് പോയതാണ്. ഇന്ന് രാത്രി വരൂ. അവൻ വന്നിട്ട് നാളെ കുഞ്ഞിനെ കാണാൻ പോകാം എന്നൊന്നും പറഞ്ഞിട്ട് ലച്ചൊരു ക്ഷമയില്ല. അവൾക്ക് ഇപ്പൊ തന്നെ പോണം. അതാണ് ഹരിയെ വിളിച്ച് ശല്യം ചെയ്തത്. അവൻ ഓഫീസിൽ നിന്ന് വന്നിട്ടുള്ള ഈ പോക്ക്. കാറിൽ കയറിയതും ഹരിയുടെ ഫോൺ റിങ് ചെയ്തു. ബ്ലൂടൂത്ത് കണക്ട് ആണ്. സ്ക്രീനിൽ കാണുന്ന പേര് കണ്ടപ്പോൾ തന്നെ ഹരി ലച്ചുവിനെ നോക്കി. ഈ വിളി കുറച്ചു മുൻപ് പ്രതീക്ഷിച്ചതാണ്. നീ ഇറങ്ങിയോ? കോൾ അറ്റൻഡ് ആയതും അപ്പുറത്തു നിന്നൊരു ചോദ്യം. ഹരി കാനത്തിലൊന്ന് മൂളി. ഇത്ര കാനത്തിൽ മൂളാൻ എന്താ? നിങ്ങൾ ഇറങ്ങിയോ? അറിയാൻ വേണ്ടി വിളിച്ചതാ ഞാൻ. നേരെ നോക്കിപ്പോ. പതുക്കെ പോയാൽ മതി. കുഞ്ഞിനെ എന്റെ ഭാര്യയ്ക്ക് കാണിക്കാതെ ആരും അവിടുന്ന് കൊണ്ടുപോവില്ല. ഷോർട്ട് കട്ട് വഴിയൊന്നും പോവണ്ട, മെയിൻ റോഡ് വഴി തന്നെ പോണം. കുഞ്ഞിനെ കണ്ടു വരുമ്പോ അവൾ കഴിക്കാനൊന്നും പറഞ്ഞില്ലെങ്കിലും നീ എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കണം. തണുപ്പൊന്നും വാങ്ങിച്ചു കൊടുക്കണ്ട, പിന്നെ തൊണ്ടയ്ക്ക് ഇൻഫെക്ഷൻ ആകും. അതുകൊണ്ട് നീ ഒന്ന് വെച്ചിട്ട് പോയടാ. അവൻ്റെ ഒരു ക്ലാസ് എടുക്കൽ. എന്റെ കൂടെ ഉള്ളത് നിന്റെ ഭാര്യ മാത്രമല്ല, എന്റെ പെങ്ങളും കൂടെയാ. എന്റെ പെങ്ങൾക്ക് എന്ത് വേണം എപ്പോൾ വേണമെന്നൊക്കെ ഭർത്താവായ നിന്നേക്കാൾ നന്നായിട്ട് എനിക്കറിയാം. അതുകൊണ്ട് കൂടുതൽ പറയാതെ ഫോൺ വെച്ചിട്ട് പോയി നിന്റെ പണി നോക്ക്. റയാൻഷിനെ പറഞ്ഞ് പൂർത്തിയാക്കാൻ സമ്മതിക്കാതെ ഹരി ഇടയ്ക്ക് കയറി പറഞ്ഞു. അവിടെ പല്ല് കടിച്ച് പൊട്ടിക്കുന്ന ശബ്ദം കേൾക്കാം. പിന്നൊന്നും മിണ്ടാതെ ഫോൺ കട്ടാക്കി. നിന്റെ ഭർത്താവിന് ഈയിടെയായിട്ട് എനിക്ക് തീരെ പിടിക്കുന്നില്ല. ഫോൺ കട്ടായതും തൊട്ടടുത്ത സീറ്റിൽ ഒരു ചിരിയോടെ ഇരിക്കുന്നവളെ നോക്കി ഹരി പറഞ്ഞു. എങ്ങനെ പിടിക്കും? അതുപോലെയാണ് ആളിന്റെ പ്രവർത്തികൾ. ഹരി ആദ്യത്തെ പോലെ ലച്ചുവിനോട് അടുപ്പിക്കുന്നില്ല. അല്ലെങ്കിൽ തന്നെ അവന് സമയമില്ല, ഭയങ്കര തിരക്കാണ്. ഉള്ള സമയത്ത് ലച്ചു ഹരിയുടെ പിന്നാലെ നടക്കുമ്പോൾ അളിയൻ അവളുടെ പിന്നാലെ ഉണ്ടാകും. വയറ്റിലുള്ള കുഞ്ഞിനെ പപ്പ ഇപ്പൊ തന്നെ കയ്യിലെടുക്കുവാണെന്ന് പാവം മാമനുണ്ടോ അറിയുന്നു. പക്ഷെ ലച്ചുവിനതറിയാം. എന്നിട്ടും അവളത് ഹരിയോട് പറഞ്ഞില്ല. കാരണം ഒരാളുടെ സംസാരം കൊണ്ടും പ്രവൃത്തി കൊണ്ടും അവളാകെ വട്ടം ചുറ്റുന്നുണ്ട്. ഇനി ഹരി കൂടി അങ്ങനെ ആയാൽ പിന്നെ അവൾക്കും വയറ്റിൽ കിടക്കുന്ന കുഞ്ഞും ഒരു സൗര്യവും ഉണ്ടാവില്ലെന്ന് അവൾക്കറിയാം. അതുകൊണ്ടൊന്നും മിണ്ടാതെ ഇരുന്നു. അവർ അളിയനും തമ്മിൽ എന്തെങ്കിലും ആവട്ടെ എന്ന പോലെ ഒരു ഇരിപ്പ്.